കളിക്കാവളിലെ ക്വാറിയുടമ ദീപുവിനെ കൊലപ്പെടുത്തിയത് ക്ലോറോഫോം അണപ്പിച്ച ശേഷമെന്ന് പ്രതി അമ്പിളിയുടെ മൊഴി. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നറിയാൻ പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഇതിപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആകുന്നുണ്ടോ? പ്രതി പറയുന്ന മൊഴി അങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? പ്രതി എന്തൊക്കെയോ ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ പഠിച്ച വെച്ച മട്ടിൽ പഠിക്കാനോ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അത് സങ്കീർണമാകുന്നുണ്ടോ അജീഷ്? ഹാഷ്മി, എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരു വ്യക്തത വരികയാണ്. ഈ കൊലപാതകം ആസൂത്രിതമെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് ഈ കൊലപാതക ദിവസം ഈ ദീപു, കോറിയുടമയായ ദീപു ഇത്രയധികം പണവുമായി JCB വാങ്ങാൻ കോയമ്പത്തൂർ പോകുന്നുവെന്ന് ഈ അമ്പിളി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതനുസരിച്ച് ഈ അമ്പിളിയുടെ സുഹൃത്തായ പാറശാലയിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ഡീലറായ സുനിലിനോട് ഇക്കാര്യം പറയുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. അതിനുശേഷം ഈ സംഭവം പുറത്തറിഞ്ഞ ശേഷം, അതായത് ഈ പണവുമായി കോയമ്പത്തൂരിലേക്ക് പോകുന്ന വിവരം അറിഞ്ഞതിനു ശേഷം ഈ അമ്പിളി സ്വന്തം ഫോണിൽ നിന്ന് ദീപുവിനെ പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ മറ്റ് ഫോണുകളിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തായാലും അങ്ങനെ വിളിച്ച് അറിഞ്ഞ് ഈ കൊലപാതക ദിവസം 24-ാം തീയതി അന്ന് വൈകിട്ട് ഈ താൻ പാറശാലയിൽ നിന്ന് കയറാമെന്ന് അമ്പിളി ദീപുവിനോട് പറയുന്നു. അതനുസരിച്ചിട്ടാണ് അന്ന് രാത്രി ദീപുവിൻ്റെ കാറിൽ അമ്പിളി കയറുന്നത്. കയറുന്നതിന് ശേഷം ബാഗിൽ കരുതിയിരുന്ന കട്ടർ, 2 കട്ടറാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ സർജിക്കൽ കട്ടറും മറ്റൊന്ന് ഈ കട്ടർ ബ്ലേഡുമാണ്. അത് തെർമോക്കോളൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് രണ്ടും ഈ ഈ അമ്പിളിയുടെ കൈവശം ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് ഈ ക്ലോറോഫോം ഉപയോഗിച്ച് ആദ്യം മണപ്പിക്കുകയും അതിനുശേഷം ഈ കട്ടർ ബ്ലേഡ് കൊണ്ട് കൊലപ്പെടുത്താൻ കഴുത്തറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. ഈ കട്ടർ ബ്ലേഡ് ഒടിഞ്ഞുപോയി. പിന്നീടാണ് ഈ സീറ്റിൻ്റെ പുറകിൽ പോയതിനു ശേഷം ഈ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഈ കട്ടർ ബ്ലേഡ് ഒടിഞ്ഞ ഭാഗത്ത് പോലീസ് ഈ കാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊലപാതക ശേഷം ഈ കൊലപാതകം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിലേക്ക് അമ്പിളി പോകുന്ന CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കടക്കാരനോട് തന്നെ ബൈക്കിൽ കളിക്കാവളി ഇറക്കാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കടക്കാരനെ സമ്മതിച്ചില്ല. പക്ഷേ കടക്കാരൻ്റെ ഫോൺ വാങ്ങിച്ച് മറ്റാരെയും വിളിക്കാനും ശ്രമിച്ചു. പക്ഷേ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കടക്കാരനോട് ഈ അമ്പിളി പറയുന്നുണ്ട്. അതിനുശേഷം മറ്റേതൊരു ബൈക്കിൽ കയറി അമ്പിളി കളിക്കാവള ഭാഗത്തേക്ക് പോയതിനുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തേക്ക് ഈ അമ്പിളി എത്തിച്ച് തെളിവെടുപ്പ് ഉടൻ തന്നെ നടത്തും. അതിനുശേഷമായിരിക്കും കുഴിത്തറ കോടതിയിൽ ഹാജരാക്കുക. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ അതിനകത്ത് അന്വേഷണം വളരെ സജീവമായി കാര്യക്ഷമമായി നടക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തത കാര്യത്തിൽ വരുന്നുണ്ട്. ജാസ്മിൻ അബ്ബാസ് പറയുന്നത്, ഹാഷ്മി ബ്രോ, പ്രേക്ഷകർ കൊടുക്കാനുള്ള 50 കോടിയുടെ കാര്യം എന്തായി? കൊടുത്തു തുടങ്ങി. പിന്നെ കൊടുത്തു തുടങ്ങി. അത് കിട്ടാത്തവർ നൽകാനുള്ള 16 പേർ ലിസ്റ്റ് കിട്ടി. ബാക്കി 16 കൊടുത്തു. ബാക്കി കൊടുക്കാനുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കി, അത് ഫോൺ നമ്പറൊക്കെ ഉണ്ട്. കിട്ടാത്തവർ വിളിച്ചു കഴിഞ്ഞാൽ കുടയുമൊക്കെ കൈപ്പറ്റി പോകേണ്ടതാണ്. അഭ്യർത്ഥിക്കുകയാണ്. അതാ ഇവിടെ വേറെ പ്രേക്ഷകർ ജോസഫിനെ പറയുകയാണ്, വാർത്തകളുടെ ചാകര കാരണം ഞങ്ങളുടെ വിരൽ തേയുന്നേ ഉള്ളൂ, ആര് നോക്കാൻ? അധികം കമൻ്റ് ഒന്നും വായിച്ചില്ല. ഒരുപാട് വാർത്തകളുണ്ടാകും, ക്ഷമിക്കാം.